വാർത്തകൾ വിളമ്പുന്നവർക്കിടയിലും വേവുന്ന ചില വാർത്തകളുണ്ട്. സ്ക്രീനിൽ സദാ ചിരിച്ചു കാണിക്കുന്നവർക്ക് പിന്നാമ്പുറങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെറും പ്രശ്നങ്ങളല്ല, ചിലർക്ക് തീർത്താൽ തീരാത്ത പക തന്നെയുണ്ട് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ വാർത്ത നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചു കാണാം. റിപ്പോർട്ടർ ടിവിയുടെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ചില വമ്പൻ മാധ്യമങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ലോട്ടറി ആയിരുന്നു അത്. ആ വാർത്ത അവർ ആഘോഷിച്ച രീതി നമ്മൾ കണ്ടതാണ്. മനോരമ, മാതൃഭൂമി, മീഡിയ വൺ, 24 ന്യൂസ് എന്നും നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിയുന്ന ഇവർക്കെല്ലാം റിപ്പോർട്ടർ ടിവിയുടെ കാര്യത്തിൽ ഇത്ര വലിയ ആശങ്ക ജനിക്കാനുള്ള കാരണമെന്താകും? റേറ്റിംഗ് ചാർട്ടുകളിലെ അസൂയ? അതൊരു ചെറിയ കാരണം മാത്രമാണ്. അതിലും അപ്പുറം ഇവരുടെ എല്ലാം ഉറക്കം കെടുത്തുന്ന യഥാർത്ഥ കാരണമുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാരണം തന്നെയാണത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് റിപ്പോർട്ടർ ടിവിയുടെ കൃത്യമായ ഇടതുപക്ഷ മനോഭാവമാണ്. ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല. അവരുടെ CPM ചായ്വ് തന്നെയാണ് മറ്റു വാർത്താ മാധ്യമങ്ങളുടെ ഈ അസഹിഷ്ണുതയുടെയും പകയുടെയും പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അതിൽ കടിച്ചു തൂങ്ങി അങ്ങേയറ്റം സന്തോഷത്തോടെ അവർ വാർത്തകൾ പടച്ചുവിടുന്നത്. കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ടർ ടിവിക്കെതിരെ ഒരുക്കുന്ന ഈ പടയൊരുക്കം വെറുമൊരു മാധ്യമപ്പോര് മാത്രമല്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ചിന്തിക്കുക. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവി ഇവരുടെ എല്ലാം കണ്ണിലെ കരടാകുന്നത്? വെറും രാഷ്ട്രീയ നിലപാടുകൾ മാത്രമല്ല, അവർ കൊടുക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് അതിന് കാരണം. തങ്ങളുടെ അജണ്ടകൾക്ക് വിരുദ്ധമായി റിപ്പോർട്ടർ ടിവി പുറത്തുവിടുന്ന വാർത്തകൾ ഈ മാധ്യമങ്ങളെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. അതെ, ഇങ്ങനെയുള്ള വാർത്തകളാണ് മറ്റു മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടർ ടിവിയോട് ഇത്രയും പക തോന്നാനുള്ള യഥാർത്ഥ കാരണം. നമ്മളിപ്പോൾ കൽപ്പറ്റയിലാണ് ഉള്ളത്. രാവിലെ തന്നെ ലോഡൊക്കെ ഇറക്കി ചേട്ടന്മാർ നല്ല ആക്റ്റീവായി കഴിഞ്ഞു. നമസ്കാരം ചേട്ടാ, എവിടുന്നാ വരുന്നത് ഈ ലോഡ്? എങ്ങോട്ട് കൊണ്ടുപോകണോ, കൊണ്ട് ഇറക്കുകയാണോ? വരുന്നയാ ഇത് മൈസൂരിന്. അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പം കച്ചവടം? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അല്ലേ? ഇപ്പം ഇതിലൊക്കെ എത്തിയതാണോ മൈസൂരിൽ നിന്ന്? മൈസൂരിന് രാത്രി ലോഡാക്കി രാവിലെ ഇവിടെ ഇറക്കും. രാവിലെ വരും അല്ലേ? ഒരാഴ്ച എത്ര ലോഡ് എടുക്കും? ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസം. ആഴ്ചയിൽ തിങ്കൾ, ബുധൻ, ശനി. പിന്നെ ഏഴ് ദിവസങ്ങളിൽ ഈ ചേട്ടൻ കൊണ്ടുപോകുന്നതിന് എത്ര കിലോ കാണും? അത് ചാക്ക് 60 കിലോ 50 കിലോ 60 കിലോ. 60 കിലോ ഒക്കെ വളരെ കൂളായിട്ടാണ് ചേട്ടൻ എടുത്തോണ്ട് പോകുന്നത്. 60 കിലോയെ വളരെ ഈസി. 60-50 എടുത്തിട്ട് പോകും. പച്ചമുളകൊക്കെ 70 കിലോ ഉണ്ടാവും അല്ലേ? എങ്ങനെയാ മൊത്തത്തിൽ രാഷ്ട്രീയത്തിന്റെ ചൂട് എങ്ങനെയാ? പിന്നെ പറയാനായില്ലല്ലോ. ആണോ? പെൻഷൻ ആണോ? എങ്ങനെയാ? സർക്കാർ തുടരുമോ, സർക്കാർ മാറണോ? പറയാൻ പറ്റില്ല. എന്താ ഒരു ചേട്ടന്റെ ഒരു അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തന്നെ ഇവര് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സർക്കാർ കുഴപ്പമൊന്നുമില്ല, തുടർന്നാലും പ്രശ്നമില്ല എന്നാണ്. തുടരൂ എന്താ ഒരു പറയാൻ പറ്റൂല. ചിലപ്പോ മാറ്റം വരുമല്ലോ. ചിലപ്പോ മാറ്റം വരും, ചിലപ്പോ മാറ്റം വരും. ഇപ്പോൾ ഒരേ ഇത് വരില്ലല്ലോ. ആണ് അല്ലേ? ഇവരാണ് നമ്മുടെ കൽപ്പറ്റയിലെ ഭാരം ഏറ്റെടുക്കുന്ന മനുഷ്യര്. ജീവിതഭാരവും ഉണ്ട്, ഒപ്പം തന്നെ തലയിലും ഭാരമുണ്ട് അല്ലേ? ഇപ്പൊ ഇത് 50 കിലോ 60 കിലോ ഒറ്റയടിക്ക് എരി കൊണ്ട് പോകും അല്ലേ? എത്ര വരെ ഭാരം എടുക്കും? 90 കിലോ 100 കിലോ എടുത്തിട്ട് പോകും ഒറ്റയ്ക്ക്. ചേട്ടൻ എത്ര കിലോ ഭാരമുണ്ട്? 58 കിലോ ഉള്ള ഒരാള് 90 കിലോ ഭാരമുള്ള ലോഡ് എടുത്ത് പോകും. ആണോ? ആണോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ഈ ജിമ്മിലൊക്കെ പോയിട്ട് 25 കിലോ എടുക്കുമ്പോൾ തന്നെ എന്ന അവസ്ഥയിലാണ് വരുന്നത്. അതാണ് നല്ല ഇത്രയും ഉണ്ട് ജീവിതത്തിന്റെ പ്രാരംഭമുണ്ട്. ഇത്ര എടുത്താലും എത്ര രൂപ കിട്ടുക ഒരു ദിവസം പരമാവധി? മിച്ചം വയ്ക്കാൻ എത്ര ഉണ്ടാവും? മിച്ചം വയ്ക്കാനൊന്നും വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല. നമ്മള് ബോർഡിൽ അടവാണ്, ശരാശരി ശമ്പളമായിട്ട് കിട്ടുള്ളൂ. ശരാശരി ശമ്പളം കിട്ടുക. ഒരു ദിവസം എത്ര തവണ ലോഡ് എടുക്കുമായിരിക്കുന്നു? അത് വരുന്ന ലോഡ് അനുസരിച്ചിട്ട്. എന്നാലും ഒരു മിച്ചമായിട്ടൊരു 500 രൂപ 600 രൂപ കിട്ടും ഒരു ദിവസം. ബോർഡ് അടച്ചു കഴിഞ്ഞിട്ട് കിട്ടും അല്ലേ? അത്യാവശ്യം കിട്ടും. പക്ഷെ ഒരു ദിവസം ലോഡ് എടുക്കാൻ പറ്റിയില്ല, പനി പിടിച്ചാൽ കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതല്ലേ? ഒന്ന് പനി പിടിച്ച് കടന്നുപോയാൽ കഴിയും കിട്ടൂല അല്ലേ? ആ ആഴ്ചത്തെ മുഴുവൻ. അതാണ് നമ്മുടെ ലോഡിംഗ് തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാ, നമ്മൾ ഈ സ്ഥിര വരുമാനം കിട്ടുന്ന മനുഷ്യർക്ക് ഇവരുടെ പ്രയാസം ഒട്ടും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം.
ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ പനി പിടിച്ചാലേ മൊത്തം തെറ്റൂലേ? കാളം തെറ്റും അല്ലേ? കംപ്ലീറ്റ് താളം തെറ്റൂലേ? കുട്ടികളുടെ പഠിത്തം, സാധനങ്ങൾ വാങ്ങാൻ ഡേഞ്ചർ ആയി പോകും. അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്താ ഉള്ളത്? ലോഡിംഗ് തൊഴിലാളികൾ എന്ന നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ എന്താ ഉള്ളത്? മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഭരണത്തിന്റെ ഭരണത്തിന്റെ കാര്യം എന്താ അഭിപ്രായം? സർക്കാർ നമ്മളിപ്പോ നമ്മളെ കാഴ്ചപ്പാടിൽ ഇപ്പോ തുടർ ഭരണം തന്നെയാണ് നമുക്ക് കാണുന്നത്. എന്താ കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സർക്കാർ നല്ല വികസനവും അതേമാതിരിക്ക് വീടിന്റെ കാര്യങ്ങളും അതേമാതിരിക്ക് റോഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കടില്ലാണ്ട് മുന്നോട്ട് ഈ 10 വർഷം കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് കാണുന്നത്. ഒരു ടേം കൂടി പിണറായി സർക്കാർ വരണം എന്നാണോ അഭിപ്രായം? നമ്മളെ കാഴ്ചപ്പാടിൽ അതാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോ ജനങ്ങൾ വന്നാലുള്ള ഗുണം എന്ന് പറയുന്നത് പെൻഷൻ കിട്ടുന്നു എന്നുള്ളതാണോ? പെൻഷന്റെ കാര്യവും അത് പിന്നെ ഒന്നാമത് വീടുകളും മൊത്തത്തിലുള്ള റോഡിന്റെ അവസ്ഥ എല്ലാം ഒക്കെ മാറിയിട്ടുണ്ട്. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? സർക്കാർ തുടരണോ മാറും? സർക്കാർ തുടരണമെന്നാണ് ആഗ്രഹം. തുടരണം എന്നാണ് ആഗ്രഹം. എന്താ ഇപ്പം നിങ്ങൾ ലോഡിംഗ് തൊഴിലാളി എന്ന് പറയുന്ന അടിസ്ഥാനം പറഞ്ഞു വെച്ചാൽ ലോഡിംഗ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ഷേമനിധിയിലും സർക്കാരിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഒരുപാട് മാറ്റം, പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു ടേം കൂടി വരണം. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്താ കുഴപ്പം? UDF കുഴപ്പം ഞങ്ങൾ അത് പറയുന്നില്ല. പക്ഷേ LDF ആണ് നല്ലതെന്നാണ് അഭിപ്രായം. ഒരു തവണ കൂടി വരണം എന്നുള്ളതാണ്. എന്താ ചേട്ടന്റെ അഭിപ്രായം? നമ്മുടെ LDF തന്നെ അധികാരത്തിൽ വരണം. എന്തുകൊണ്ട്? നാട്ടിൽ നല്ല വികസനം വരുത്തുന്ന പോലെയാണ്. തുടരണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറച്ചുപേരെ കണ്ടു, അവർ UDF വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ലോഡിംഗ് തൊഴിലാളികൾ, നിങ്ങളെല്ലാം CITU പ്രവർത്തകരാണോ? ജനതാദളിന്റെ ആൾക്കാരുണ്ട്. അപ്പം അറിയാലോ, ലെഫ്റ്റിന്റെ ഘടകകക്ഷികളാണ്, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളികളാണ്. അപ്പോൾ ഉഷാറായിട്ട് രാവിലെ ചായ കുടിച്ചാണോ ഇറങ്ങിയത്? ചായ കുടിച്ചു. ഇടയ്ക്ക് വെള്ളം കുടിക്കണം കേട്ടോ, നല്ല ചൂടാ മൊത്തത്തിൽ അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നല്ല ചൂടുമാണ്. ഓക്കെ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. രാവിലെ ലോട്ടറി ആയിട്ട് ഇറങ്ങിയതാ. എത്ര ലോട്ടറി വിൽക്കും ഒരു ദിവസം? 150 ടിക്കറ്റ് വിൽക്കും അല്ലേ? എന്താ പേര്? വാസു. ഓക്കെ, നമ്മൾ ആരാണ് ഭാഗ്യം കൊണ്ട് വരാൻ പോകുന്നത്? പുതിയ സർക്കാർ LDF എന്താ കാര്യം അങ്ങനെ? കാരണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറെ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് ഇവിടെ വരുന്നുണ്ട്. ഈ ഭാരതത്തിൽ തന്നെ എത്ര മന്ത്രിമാര് വന്നാലും ഇതേമാതിരി ഒരു മന്ത്രി ഇല്ല, മുഖ്യമന്ത്രി ഇല്ല. ആണോ? ഈ ടൗൺഷിപ്പ് കണ്ടപ്പോ അങ്ങനെ തോന്നുന്നു. ടൗൺഷിപ്പിൽ പോയിരുന്നോ ചേട്ടൻ? പോകുന്നുണ്ട്, ഡെയിലി പോകുന്നുണ്ട്. ആണോ? കണ്ടപ്പോ ജീവനക്കാരൊക്കെ അവിടെ ശരിക്ക് സിമെന്റ് ഇറക്കാൻ ഡെയിലി വരുന്നവരാ. എല്ലാവർക്കും അതേ സർക്കാർ മാറണ്ടെന്നാണ് അഭിപ്രായം. സർക്കാർ തുടരണം. UDF വന്നാലോ? UDF വന്നാൽ അതേമാതിരി ഒരു സഹായം ചെയ്യാൻ കഴിയൂല എന്നാണ്. ഇപ്പൊ പാവപ്പെട്ടവർക്ക് സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് കൊടുത്തു. പിന്നെ അതുകൂടാതെ ഇപ്പോ 2000 രൂപ വെച്ച് പെൻഷൻ പൈസ കൂട്ടി 600 റുപ്യന്ന് 2000 ആക്കി മാറ്റി. അതൊക്കെ LDF വന്നേരം. തുടരണം. 3-ാം പ്രാവശ്യം തന്നെ തുടരണം. ഇവിടുത്തെ കൽപ്പറ്റയിലെ സാധ്യത ഇപ്രാവശ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. ആണോ? അങ്ങനെയുണ്ട്. ടൈറ്റ് ഉണ്ട്. അപ്പം എപ്പോ വീട്ടിൽ കയറും? വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് 8 മണി. അതുവരെ ഇവിടെ ഉണ്ടാവും. കൽപ്പറ്റയിൽ റൗണ്ട് അടിച്ചുകൊണ്ടേ. ശരി. അപ്പൊ ശരി ചേട്ടാ, കണ്ടോ? ചായ കുടിച്ചോ? രാവിലെ ചായ കുടിച്ചു. ഓക്കെ, സന്തോഷം. അപ്പോൾ താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ യാത്ര തുടരുകയാണ്. നമ്മൾ കൽപ്പറ്റ ബസാറിന്റെ തൊട്ട് മുന്നിലാണുള്ളത്. നമ്മൾ ഇനി ഒരു ചായ കുടിക്കാൻ പോവാം.